എഡിറ്റേഴ്സ് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുറഞ്ഞ വൈദ്യുതി, പവർഫുൾ പമ്പിംഗ്, സിനിക്കോൺ പമ്പ്സ്. എം വി രാഘവന് കേരളത്തിന്റെ ആദരാഞ്ജലി. അന്ത്യാഭിവാദ്യവുമായി ആയിരങ്ങൾ. സംസ്കാരം നാളെ രാവിലെ 11-ന് പയ്യാമ്പലത്ത്. വിടവാങ്ങിയത് കമ്മ്യൂണിസ്റ്റ് പോർമുഖത്തെ ചാഞ്ചല്യമില്ലാത്ത കരുത്തൻ. എം വി ആറിന് അനുശോചനം അറിയിച്ച് രാഷ്ട്രീയ പ്രമുഖർ. നഷ്ടമായത് മികച്ച സംഘാടകനെയെന്ന് VS. അന്ത്യം രാഷ്ട്രീയ വിചിന്തനത്തിന്റെ ഘട്ടത്തിലെന്ന് പിണറായി വിജയൻ. നിശ്ചയദാർഢ്യമുള്ള നേതാവിനെ നഷ്ടപ്പെട്ടെന്ന് മുഖ്യമന്ത്രി. മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് പിന്നാലെ BJP ശിവസേന പോര്. സുരേഷ് പ്രഭു സത്യപ്രതിജ്ഞ ചെയ്തത് ശിവസേനയിൽ നിന്ന് രാജിവെച്ച ശേഷം. പ്രതിഷേധിച്ച് ശിവസേന ചടങ്ങ് ബഹിഷ്കരിച്ചു. ആനന്ദ് ഗീധെ രാജിവെച്ചേക്കും. ബാർക്കോഴ കേസിൽ ബിജു രമേശിന്റെ ഡ്രൈവറുടെയും ഹോട്ടൽ മാനേജറുടെയും മൊഴി വിജിലൻസ് രേഖപ്പെടുത്തി. മനോഹരന്റെ നിലപാട് മാറ്റത്തിന് പിന്നിൽ സമ്മർദ്ദമെന്ന വെളിപ്പെടുത്തലുമായി ബാർ ഉടമകൾ. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഡൽഹി ഡൈനാമോസ് മത്സരം ഗോൾ രഹിത സമനിലയിൽ. വിജയം കണ്ടില്ലെങ്കിലും ആവേശം ചോരാതെ കൊച്ചി. മുൻമന്ത്രിയും CMP നേതാവുമായിരുന്ന എം വി രാഘവൻ അന്തരിച്ചു. പരിയാരത്തും പറശ്ശിനിക്കടവിലും ആയിരങ്ങളാണ് MVRന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. പരിയാരം മെഡിക്കൽ കോളേജിൽ ഇന്ന് രാവിലെ 8:45-നായിരുന്നു MVRന്റെ നിര്യാണം. 81 വയസ്സായിരുന്നു. സംസ്കാരം നാളെ രാവിലെ 11 മണിക്ക് പയ്യാമ്പലം ശ്മശാനത്തിൽ നടക്കും. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ ഗർജനം ഇനി ജനമനസ്സുകളിൽ ജ്വലിക്കുന്ന ഓർമ്മ മാത്രം. MVRന്റെ നിര്യാണത്തോടെ ഒരു രാഷ്ട്രീയ യുഗത്തിനാണ് അന്ത്യമാകുന്നത്. രാവിലെ 8:50-ന് മരണവാർത്ത സ്ഥിരീകരിച്ചതോടെ ആയിരങ്ങളാണ് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് ഒഴുകിയെത്തിയത്. ജനമനസ്സുകളിൽ MVR എന്ന 3 അക്ഷരത്തിനുള്ള സ്ഥാനം വെളിവാക്കുന്നതായിരുന്നു ഇത്. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എത്തിയ ആയിരങ്ങൾ വിതുമ്പലോടെ തങ്ങളുടെ പ്രിയ നേതാവിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചു. P. ജയരാജൻ, MV ജയരാജൻ, P. കരുണാകരൻ MP തുടങ്ങിയവരും കോൺഗ്രസ് ലീഗ് ജില്ലാ നേതാക്കളും ആശുപത്രിയിലെത്തി അനുശോചനം രേഖപ്പെടുത്തി. പിന്നീട് നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ പ്രത്യേക വാഹനത്തിൽ വിലാപയാത്രയായി മൃതദേഹം പറശ്ശിനിക്കടവ് ആയുർവേദ മെഡിക്കൽ കോളേജിലെത്തിച്ചു. MVRന്റെ ജീവിതവുമായി ഏറെ അടുത്തു നിൽക്കുന്ന ഇവിടെയും ആയിരങ്ങളാണ് അദ്ദേഹത്തെ ഒരു നോക്കു കാണാനായി എത്തിയിരുന്നത്. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയും CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനും ഇവിടെ അനുശോചനം രേഖപ്പെടുത്താനെത്തി. തുടർന്ന് ഭർണശ്ശേരിയിലെ സ്വവസതിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകുമ്പോഴും തങ്ങളുടെ നേതാവിനെ ഒരു നോക്ക് കാണാനുള്ള തിരക്കിലായിരുന്നു ജനസഹസ്രങ്ങൾ. റിപ്പോർട്ടർ, കണ്ണൂർ. നമ്മോടൊപ്പം വിവിധ സ്റ്റുഡിയോകളിൽ ശ്രീ NM പിയേഴ്സൺ, ശ്രീ KN ഖാദർ, ശ്രീ N മാധവൻകുട്ടി, ശ്രീ അപ്പുകുട്ടൻ വള്ളിക്കുന്ന് എന്നിവർ. ആദ്യം ശ്രീ KN ഖാദർ, നേരത്തെ MVR എന്ന ഭരണാധികാരിയെക്കുറിച്ച് താങ്കൾ പറഞ്ഞു തുടങ്ങിയപ്പോഴായിരുന്നു ഞാൻ ഇടപെട്ടത്. 2 സർക്കാരുകളിൽ സഹകരണ മന്ത്രിയും തുറമുഖ മന്ത്രിയുമായിരുന്ന അദ്ദേഹത്തിൻ്റെ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ചില നേട്ടങ്ങൾ കേരളത്തെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. MVR എന്ന ഭരണാധികാരിയെ, MVR എന്ന ഭരണതന്ത്രജ്ഞനെ എങ്ങനെയാണ് താങ്കൾ കണ്ടിട്ടുള്ളത്? MVR നല്ല മികച്ച ഒരു ഭരണാധികാരിയായിരുന്നു എന്ന് പറയാൻ സാധിക്കും. ഒന്നാമത്, അദ്ദേഹം അഴിമതിരഹിതനായിരുന്നു, കളങ്കരഹിതനായിരുന്നു, ജനപക്ഷത്ത് നിന്നിരുന്ന ഒരു നേതാവായിരുന്നു. മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഭാവനാസമ്പന്നമായി പല സംഗതികളും നിശ്ചയദാർഢ്യത്തോടെ നടപ്പിലാക്കി. ഇപ്പോൾ സഹകരണ മേഖലയിൽ സാധാരണക്കാരായ ആളുകൾക്കും കർഷകർക്കുമൊക്കെ വായ്പ ലഭിക്കുന്നതിന് വേണ്ടി ഇന്നത്തെ സഹകരണ സംവിധാനം അപര്യാപ്തമാണെന്ന് കണ്ട് ഒരു പ്രത്യേക തരത്തിൽ കോപ്പറേറ്റീവ് അർബൻ ബാങ്കുകൾ റൂറൽ ഏരിയകളിൽ, പ്രാദേശിക ഗ്രാമീണ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെതായ, ഇപ്പോഴും അതിനെ ചിലർ വിളിക്കുന്നത് MVR ബാങ്ക് എന്നാണ്, അങ്ങനെയുള്ള ചില ബാങ്കുകൾ അദ്ദേഹം വായ്പാ സംവിധാനം, ചില സഹകരണ സംഘങ്ങൾ സ്ഥാപിച്ചു. അതൊരു പുതിയ ഒരു മാറ്റമായിരുന്നു. സഹകരണ മേഖലയിൽ അതുവരെ കേട്ടുകേൾവിയില്ലാത്തൊരു സംഗതിയായിരുന്നു. അതുപോലെ മെഡിക്കൽ കോളേജ് പോലും, അതുപോലെ അത്യുന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റു പലതും സഹകരണ സംവിധാനം ഉപയോഗിച്ച് സൃഷ്ടിക്കുവാൻ കഴിയും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം പരിയാരം മെഡിക്കൽ കോളേജിന് തുടക്കം കുറിച്ചു. അതുപോലെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ വളരെ വലിയ നേട്ടമായി കാണുന്ന വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത് MV രാഘവനാണ്. ആ തുറമുഖത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അത്തരമൊരു ഭാവന കൊണ്ടുവന്ന്. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ നേരത്തെ NM പിയേഴ്സൺ പറഞ്ഞതുപോലെ നീതി പുലർത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ പിയേഴ്സണോ അതോ തലവട്ടം ആനന്ദനെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവർ പറഞ്ഞു
അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹം പാർട്ടിയിൽ തന്നെ നിന്നിരുന്നുവെങ്കിൽ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ തന്നെ നിന്നിരുന്നുവെങ്കിൽ അദ്ദേഹത്തിനും പാർട്ടിക്കും അത് നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. അതായിരുന്നു ജനാധിപത്യം. ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം ന്യൂനപക്ഷം മാനിക്കണമല്ലോ എന്ന് പറഞ്ഞു. ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം ന്യൂനപക്ഷം മാനിക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നുവെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി ജനിക്കുമായിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് MVR എന്ന് പറയുന്ന മഹാനായ നേതാവ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ ഇപ്പോൾ അവശേഷിക്കാത്തത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. അദ്ദേഹം ഒരു പക്ഷേ അങ്ങനെ പറയുമായിരുന്നു എന്ന് ഞാൻ കരുതുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി തന്നെ ജനിച്ചത് ന്യൂനപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നാണ്. ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം വിലമതിക്കാതെ ന്യൂനപക്ഷം ഇറങ്ങിപ്പോകുന്നത് കൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി തന്നെ ഉണ്ടായത്. തീർച്ചയായും അങ്ങനെയാണ് താങ്കൾ സൂചിപ്പിക്കുന്നത്. ദയവായി തുടരണം. ശ്രീ MA ബേബി, CPIM പോളിറ്റ് ബ്യൂറോ അംഗം ടെലിഫോണിൽ. ശ്രീ MA ബേബി, MV രാഘവൻ എന്ന കമ്മ്യൂണിസ്റ്റിനെ, MV രാഘവൻ എന്ന ഫൈറ്ററെ എങ്ങനെയായിരിക്കും ചരിത്രം വിലയിരുത്തുക? എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഭിന്നിപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞ അഭിപ്രായങ്ങളെ കുറിച്ച് പ്രതികരിക്കുക ഈ സന്ദർഭത്തിൽ ഒരു ഔചിത്യബോധമുള്ള പ്രവൃത്തിയല്ല എന്നെനിക്ക് തോന്നുന്നത് കൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അത് സംസാരിക്കാനും ചർച്ച ചെയ്യാനും അത് സംബന്ധിച്ച് സംവാദത്തിലേർപ്പെടാനും നമുക്ക് ഭാവിയിൽ വീണ്ടും ഒരുപക്ഷെ അവസരങ്ങൾ ഉണ്ടായി എന്ന് വരും. അതുള്ളതുകൊണ്ട് അത് ഞാൻ മാറ്റിവെക്കുകയാണ്. സഖാവ് MV രാഘവൻ സ്വന്തം പ്രവർത്തനങ്ങൾ കൊണ്ട്, പോരാട്ടങ്ങൾ കൊണ്ട് കേരളത്തിന്റെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ സ്വന്തം സ്ഥാനം അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സംഭാവനയിൽ അവിഭക്ത പാർട്ടിയുടെയും പിന്നീട് CPIM-ന്റെയും ഭാഗമായി നൽകിയ സംഭാവനകളാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഒരു മുഖ്യ ഘട്ടം പ്രതിനിധാനം ചെയ്തത്. അതിനുശേഷം CPIM-ൽ അദ്ദേഹം എടുത്ത നിലപാട് കോൺഗ്രസിനെ എതിർക്കാൻ മുസ്ലിം പോലുള്ള വർഗീയ പാർട്ടികളെ പോലും കൂട്ടുപിടിക്കണം എന്ന് അദ്ദേഹം ശ്രദ്ധിച്ചത്, അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൈക്കൊണ്ട CPIM-നെ സംഘടനാപരമായി അംഗീകരിക്കാൻ കഴിയാത്ത ചില നിലപാടുകൾ, ഇതെല്ലാം തുടർന്നാണ് അദ്ദേഹം CPIM-ൽ നിന്ന് അച്ചടക്ക നടപടിക്ക് വിധേയനായതും സ്വന്തമായി CMD എന്നൊരു പാർട്ടി രൂപവത്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടരുകയാണ് ചെയ്തത്. അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം തുടരുമ്പോൾ അതുവരെ അദ്ദേഹം പറഞ്ഞ വർഗീയ പാർട്ടികളെ കൂട്ടുപിടിച്ചിട്ടാണെങ്കിലും കോൺഗ്രസിനെ തോൽപ്പിക്കണം എന്ന നിലപാടിന് പകരം കോൺഗ്രസുമായും UDF-മായും സഹകരിക്കുന്ന നിലപാടാണ് അദ്ദേഹം പിന്തുടർന്നത്. അതെല്ലാം ഇപ്പൊ നമ്മൾ വിശദമായി ചർച്ച ചെയ്യേണ്ടതില്ല. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ വളരെ വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം ചരിത്രം അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. സഹകരണ മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഞങ്ങൾക്കെല്ലാം പല വിമർശനങ്ങളും ഉണ്ടെങ്കിൽ പോലും സഹകരണ മേഖലയിലുള്ള അദ്ദേഹത്തിന്റെ സമൃദ്ധമായ അനുഭവ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് വളരെ രചനാത്മകമായ പല ഇടപെടലുകളും അദ്ദേഹം സഹകരണ മേഖലയിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യവും നിലനിൽക്കുന്നുണ്ട്. ഞാൻ ഉൾപ്പെടുന്ന തലമുറ വിദ്യാർത്ഥി പ്രവർത്തകരായി കടന്നു വരുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ തീപ്പൊരി നേതാവ് എന്ന നിലയിൽ MV രാഘവൻ ജനങ്ങളെ ആവേശം കൊള്ളിച്ചിരുന്നു. AKGയുടെ ഒരു ജനകീയ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയാണ് MV രാഘവൻ മുഖ്യമായും പിന്തുടർന്നിട്ടുള്ളത് എന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്. ഇടതുപക്ഷവുമായും CPIM-ഉമായും എല്ലാം ചർച്ച ചെയ്ത് യോജിച്ച പ്രവർത്തനത്തിന്റെ അന്തരീക്ഷം വർദ്ധിപ്പിക്കാൻ അതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് രോഗബാധിതനായതും അദ്ദേഹം മരണപ്പെട്ടതും അത്യന്തം ദുഃഖകരമാണ്. നികേഷ് ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടും CMD പ്രവർത്തകരോടും ഒപ്പം ദുഃഖത്തിലും അനുശോചനത്തിലും ഞാനും പങ്കുചേരുന്നു. തീർച്ചയായും അല്പസമയം കൂടി തുടരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ N. മാധവൻകുട്ടി, MV രാഘവൻ എന്ന രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിൻ്റെ അണികളിൽ വലിയ ആവേശമുണ്ടാക്കിയിരുന്ന നേതാവായിരുന്നു എല്ലാ കാലത്തും. അദ്ദേഹം CPIM-ൽ ഉണ്ടായിരുന്ന കാലത്ത് വടക്കേ മലബാറിലെ CPIM-നെ സംബന്ധിച്ച് ഏറ്റവും അധികം ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന നേതാവ്, ആവേശവും നാടകീയതയും ഒക്കെ സൃഷ്ടിക്കാൻ കഴിയുന്ന നേതാവ്. അങ്ങനെയുള്ള ഒരു നേതൃപാടവം അദ്ദേഹം എല്ലാ കാലത്തും കാത്തു സൂക്ഷിക്കുകയും ചെയ്തു. താങ്കൾ പത്രപ്രവർത്തകൻ എന്ന നിലയിൽ കൂടി ആ നേതാവിനെ എങ്ങനെയൊക്കെ വിലയിരുത്തിയിട്ടുണ്ട്? ആദ്യം അഭിലാഷ്, എനിക്ക് ഗിരീഷിനോടും നികേഷിനോടുമുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ദുഃഖം പങ്കിടാൻ എന്നെ അനുവദിക്കണം. കാരണം ഇത് ഒരു പ്രത്യേക നിമിഷമാണ്. കാരണം എനിക്ക്
രാഘവേട്ടൻ എന്ന് ഒരു കാലഘട്ടത്തിൽ വിളിച്ചിരുന്ന MVRന്റെ ഈ അനുശോചനത്തിൽ നേരിട്ട് ചെന്ന് അവരോടൊപ്പം ഉണ്ടാവാൻ കഴിയാത്തതിലൊരു വിഷമമുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ദുഃഖം ഇവിടെ നിങ്ങളുടെ ചാനലിൽ ഇരുന്നു കൊണ്ട് ഞാൻ നികേഷും ഗിരീഷുമായിട്ട് രണ്ടുപേരുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ അവരുമായിട്ട് ഞാൻ എൻ്റെ ദുഃഖം ആദ്യം എന്നെ നിങ്ങളുടെ ചാനലിലൂടെ പങ്കിടാൻ അനുവദിക്കുക. 2, ഈ വിഷയത്തെ സംബന്ധിച്ച് ഞാൻ കേരളത്തിൽ പത്രപ്രവർത്തനത്തിന് എത്തുമ്പോൾ 86-87 കാലഘട്ടത്തിൽ കേരളത്തിന് പുറത്ത് പത്രപ്രവർത്തനത്തിൻ്റെ ബാലപാഠം പഠിച്ചതിന് ശേഷം കേരളത്തിൽ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ അന്ന് മലബാറിലൊരു ലേഖകനായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസിനുണ്ടായിരുന്നത്. ആ ലേഖകനായി പ്രവർത്തനം തുടങ്ങിയ 86-ൽ ഒരു തീച്ചൂളയിലാണ്, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ രാഘവൻ നടത്തുന്ന കലാപത്തിൻ്റെ തീച്ചൂളയിലാണ് ഞാൻ കേരളത്തിലെ രാഷ്ട്രീയ പത്രപ്രവർത്തനത്തിൽ ഇറങ്ങി. അപ്പോൾ ആ കാലഘട്ടത്തിൽ എനിക്ക് MVRും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള ബന്ധവും അതിൻ്റെ ഓർമ്മകൾ നിറയെ എൻ്റെ ഉണ്ട്. കാരണം എൻ്റെ പേര് N. മാധവൻകുട്ടി എന്നാണ്. അന്ന് K. ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്ന ഇന്ത്യൻ എക്സ്പ്രസ്സിലെ സ്പെഷ്യൽ കറസ്പോണ്ടൻ്റ് രാഘവനോടൊപ്പം നിന്നുകൊണ്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ CPM വിരുദ്ധ രാഷ്ട്രീയത്തിൽ കാണുന്നത് പോലെ ആ MV രാഘവൻ്റെ പ്രതിഭാസത്തിനൊപ്പം നിന്നുകൊണ്ട് അദ്ദേഹത്തിന് പിന്തുണ നൽകിക്കൊണ്ട് പാർട്ടിയെ സംബന്ധിച്ച വാർത്തകൾ പുറത്തു വിട്ടുകൊണ്ട് രാഘവനിലൂടെയും രാഘവൻ്റെ കൂട്ടുകാരിലൂടെയുള്ള വാർത്തകൾ പുറത്തു വിട്ടുകൊണ്ട് മാതൃഭൂമിയിലെ പ്രഭാകരൻ ഉണ്ടായിരുന്നു, ഗോവിന്ദൻകുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്നത് MVR ക്യാമ്പിൻ്റെ ഒരു പ്രതിനിധിയായി പാർട്ടി സഖാക്കളും പാർട്ടി അണികളും കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ മലബാറിൽ ഈ പിളർപ്പിൻ്റെ രാഷ്ട്രീയം റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇറങ്ങുന്നത്. അന്നാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി, അന്ന് ഈ കുട്ടി എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ ഞാൻ നിലപാട് പാർട്ടിയുടെ അച്ചടക്കത്തിനകത്ത് നിൽക്കണമെന്നും എന്നാൽ പാർട്ടിയിൽ രാഘവൻ തുടരണമെന്നും പാർട്ടി പിളരരുതെന്നും ആഗ്രഹിക്കുന്ന ഒരു പത്രപ്രവർത്തകനായിരുന്നു. എന്നാൽ എന്നിട്ട് പോലും പാർട്ടിയുടെ കോട്ടകളിൽ ഞാൻ ചെല്ലുമ്പോൾ ഈ കുട്ടി എന്നുള്ള സഖാക്കൾ തെറ്റിദ്ധരിച്ചിട്ട് ശത്രുവിനെ പോലെ എന്നോട് പെരുമാറിയിട്ടുള്ള ഒരു ചരിത്രം ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്ന പാർട്ടിയിലെ മേഖലകളും വലിയൊരു ഐറണി പോലെ എൻ്റെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അന്ന് ഗോവിന്ദൻകുട്ടിയാണെന്ന് തെറ്റിദ്ധരിച്ച സഖാക്കൾ എന്നെ രൂക്ഷമായ നിലയിൽ സംസാരിക്കാൻ പോലും പാർട്ടിയുടെ പ്രാദേശിക ഘടകത്തിലുള്ള സഖാക്കൾ തയ്യാറാവാതിരുന്ന അത് ഒരു കാലം ഞാൻ ഇവിടെ ഓർത്തെടുക്കുകയാണ് യഥാർത്ഥത്തിൽ പത്രപ്രവർത്തകൻ്റെ നിലയ്ക്ക്. എന്നാൽ ഞാൻ രാഘവൻ്റെ ചുറ്റുമുണ്ടായിരുന്ന ഒരു പത്രപ്രവർത്തക ഉപജാപ സംഘത്തിൽ നിന്ന് അകന്നു നിൽക്കുവാനും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നത് ഞാൻ ഓർക്കുകയാണ്. കാരണം ഇതിലൊരു തുടർക്കഥ പോലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം ഞാൻ ഓർത്തെടുക്കുകയാണ്. ഈ ഓർമ്മയിൽ നിന്നും മറ്റ് പല പാഠങ്ങളും ഞാൻ പഠിക്കുകയുണ്ടായി. ഒന്ന്, എനിക്ക് രാഘവനെ പറ്റി പറയാനുള്ളത് ഇതാണ്: കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനോടൊപ്പം നിന്നപ്പോൾ അതിൻ്റെ യോഗ്യനായ പോരാളി, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് എതിരായി നിന്നപ്പോൾ ആ പ്രസ്ഥാനത്തിൻ്റെ യോഗ്യനായ എതിരാളി. ഇതാണ് ഞാൻ രാഘവനെ MVRനെ സംബന്ധിച്ച് മനസ്സിൽ സൂക്ഷിക്കുന്നത്. 86 വരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനോടൊപ്പം നിന്ന രാഘവൻ അതിൻ്റെ യോഗ്യനായ പോരാളി. എന്നാൽ 87-ൽ കലാപം ചെയ്ത് പുറത്തു വന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു എതിരായുള്ള പ്രചാരകനായി മാറിയപ്പോഴും പാർട്ടി യോഗ്യനായ എതിരാളി, അദ്ദേഹം മറുപടി പറയേണ്ട എതിരാളി, ചെറുത്തു തോൽപ്പിക്കേണ്ട എതിരാളി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കലും അദ്ദേഹത്തെ നിഷേധിക്കാൻ കഴിഞ്ഞിട്ടില്ല, അദ്ദേഹത്തെ അവഗണിക്കാൻ കഴിഞ്ഞിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പോലത്തെ ഒരു മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ യോഗ്യനായ എതിരാളിയാവുക എന്നുള്ളത് പോലും രാഘവന്റെ ഒരു വലിയ ഗുണമായി നാം വിലയിരുത്തും. തീർച്ചയായും അങ്ങനെയാണ് താങ്കളുടെ വിലയിരുത്തൽ. ദയവായി തുടരണം ശ്രീ മാധവൻകുട്ടി. താങ്കൾ AK ബാലൻ, CPM കേന്ദ്ര കമ്മിറ്റി അംഗം, ടെലിഫോൺ ലൈനിൽ. ശ്രീ AK ബാലൻ, വിദ്യാർത്ഥി സംഘടനാ നേതാവായി താങ്കൾ വടക്കേ മലബാറിൽ വിശേഷിച്ച് കണ്ണൂർ ജില്ലയിൽ പ്രവർത്തിക്കുമ്പോൾ അടക്കമുള്ള വ്യക്തിപരമായ അടുപ്പം കൂടി താങ്കൾക്ക് MVRുമായി ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിലെ നേതാവിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഞാൻ ഈ കേഡർമാരെ കണ്ടുപിടിക്കുന്നതിലും കേഡർമാരെ നിലനിർത്തുന്നതിലും കേഡർമാരെ പ്രോത്സാഹിപ്പിക്കുന്നതിലും കേഡർമാരെ പ്രൊമോട്ട് ചെയ്യുന്നതിലും അസാമാന്യമായിട്ടുള്ള സംഘടനാ കഴിവാണ് അദ്ദേഹത്തിനുള്ളത്. ഇന്ന് കണ്ണൂർ ജില്ലയിലെയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മലബാർ പ്രദേശങ്ങളിലെയും കേരളത്തിൽ മൊത്തം തന്നെ പറയാം, ഈ യുവജന രംഗത്തെ കേഡർമാരെ കണ്ടുപിടിച്ച് കഴിവുള്ള സഖാക്കളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി റിക്രൂട്ട് ചെയ്ത് അവരെ നിലനിർത്തി പ്രോത്സാഹിപ്പിച്ച് അവർക്ക് പ്രൊമോഷൻ കൊടുത്ത് അവരെ പാർട്ടിയുടെ നേതാക്കന്മാരാക്കി മാറ്റുന്നതിൽ MV രാഘവന്റെ അടുത്ത് വരുന്ന കുറച്ച് നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ. ഞാൻ വിദ്യാർത്ഥി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് കണ്ണൂർ ജില്ലയിൽ
കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ത്രിമൂർത്തികൾ എന്ന് പറയുന്നത് എം വി രാഘവനും പാട്യം ഗോപാലനും സഖാവ് പിണറായി വിജയനുമാണ്. എം വി രാഘവനും പാട്യം ഗോപാലനും പിണറായി വിജയനും 3 വ്യത്യസ്ത തലത്തിലുള്ള സമീപനങ്ങളാണ് പല കാര്യങ്ങളിലും സ്വീകരിക്കുക. ഞാൻ ഈ 3ഉം അനുഭവിച്ച ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടിയിൽ നിലനിൽക്കുന്നതിനും ഈ പാർട്ടിയുടെ ഒരു എളിയ പ്രവർത്തകനാകുന്നതിനും പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വരുന്നതിനും പാതയൊരുക്കിയ ആള് MVR ആണ്. ഞാൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത് കോഴിക്കോട് ലോ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ്. ലോ കോളേജ് കഴിഞ്ഞു. അന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എനിക്ക് പ്രൊബേഷണറി ഓഫീസറായി ജോലി കിട്ടിയ ഘട്ടത്തിൽ അന്നത്തെ ചുറ്റുപാടിൽ അത് ഒഴിവാക്കി SFIയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ത്തേക്ക് വരിക എന്നുള്ളത് MVRനെ പോലുള്ള ഇടപെടലില്ലായിരുന്നുവെങ്കിൽ കഴിയില്ല. ഒരു ഡൈനാമിക് ലീഡർ തന്നെയാണ്, കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ MVRനുള്ള ഏറ്റവും വലിയ ഒരു ന്യൂനത ഞാൻ പറയാം, ഒരു പ്രത്യയശാസ്ത്ര ദാർശനിക രംഗത്ത് അദ്ദേഹത്തിന്റെ സംഭാവന എന്ന് പറയുന്നത് നേരിയ രൂപത്തിലേ ഉള്ളൂ. അതാണ് അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ള ഒരു വശക്. കുറച്ചുകൂടി അദ്ദേഹത്തിന് താത്വികമായി പ്രത്യയശാസ്ത്രപരമായി നല്ല അവബോധം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പാളിച്ചയിലേക്ക് അദ്ദേഹം പോകുമായിരുന്നില്ല. കാരണം കമ്മ്യൂണിസത്തിനോട് വർഗീയതയോടുള്ള മാർക്സിസ്റ്റ് സമീപനം എന്ന് പറയുന്നത് പാർട്ടി പരിപാടിയുടെ ഭാഗമാണ്. ആ പാർട്ടി പരിപാടിക്കെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പാണ് യഥാർത്ഥത്തിൽ ടാക്ടിക്കൽ ലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട് MVR ഉയർത്തിയിട്ടുള്ള പ്രശ്നം. അത് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗുമായിട്ടുള്ള സമീപനം അല്ലെങ്കിൽ കമ്മ്യൂണൽ പാർട്ടികളുമായിട്ടുള്ള സമീപനം എന്ന് പറയുന്നത് ടാക്ടിക്കൽ ലൈനിന്റെ ഭാഗമല്ല, സ്ട്രാറ്റജിയുടെ ഭാഗം. തീർച്ചയായും ദയവായി തുടരണം. താങ്കൾ VK അബ്ദുൽ ഖാദർ മൗലവി, കണ്ണൂരിലെ മുസ്ലിം ലീഗിന്റെ പ്രമുഖ നേതാവ്, കണ്ണൂർ സ്റ്റുഡിയോയിൽ നിന്ന്. ശ്രീ അബ്ദുൽ ഖാദർ മൗലവി, 86-ൽ പാർട്ടി വിട്ട MV രാഘവനെ സംബന്ധിച്ച് വലിയൊരു സംരക്ഷണം കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയം നമുക്കറിയാം. അത് കിട്ടുന്നത് UDF പാളയത്തിൽ നിന്നാണ്. 87-ലെ അഴീക്കോട് തെരഞ്ഞെടുപ്പ് താങ്കളുടെ ഓർമ്മ മണ്ഡലത്തിൽ വളരെ സജീവമായി ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. തൊട്ട് മുൻ വർഷം വരെ CPIMന്റെ ജില്ലയിലെ ഏറ്റവും കരുത്തനായ നേതാവായിരുന്ന, വലിയ തോതിൽ മറുപക്ഷം ആക്ഷേപിച്ചിരുന്ന നേതാവ് നിങ്ങളുടെ തന്നെ പക്ഷത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പക്ഷത്തേക്ക് അടുക്കുക, അതിനുശേഷം നിങ്ങളുടെ പക്ഷത്തെത്തുക, എങ്ങനെയാണ് താങ്കൾ ആ കാലഘട്ടത്തെ ഓർക്കുന്നത്? സഖാവ് MV രാഘവനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിൽക്കുന്ന ഘട്ടത്തിലും അതിനുശേഷവും കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രമുഖനായ നേതാവായിരുന്നു. ധീരതയോടെ കാര്യങ്ങൾ കാണാനും നയിക്കാനും ഏറ്റവും ശക്തനായ ഒരു നേതാവായി അദ്ദേഹത്തെ ഞങ്ങൾ കാണുകയാണ്. 1986-ൽ അദ്ദേഹം പാർട്ടി വിട്ട് പോയപ്പോൾ യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായി അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ടത് UDFന്റെ ചുമതലയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. 87-ലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പറഞ്ഞ അഴീക്കോട് നിയോജക മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണി മുസ്ലിം ലീഗിനാണ് അനുവദിച്ചത്. മുസ്ലിം ലീഗിന് അനുവദിച്ചപ്പോൾ അന്ന് സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ നേതാവ് അഭിവന്ദനായ സയ്യദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവിടത്തേക്ക് എന്നെയാണ് സ്ഥാനാർത്ഥിയാക്കി നിർണയിച്ചത്. ഞാൻ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി നോമിനേഷൻ കൊടുക്കുകയും എനിക്ക് എൻ്റെ പാർട്ടിയും എൻ്റെ മുന്നണിയും എല്ലാ സഹായവും ചെയ്തത് നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുകയാണ്. എന്നാൽ ഞാൻ പെട്ടെന്ന് എൻ്റെ ചിന്ത പോകുന്നത്, ഒരു ദിവസം ഏതാണ്ട് 1:30 മണി 2 മണിയായി കാണും, പ്രിയപ്പെട്ട MV രാഘവനും അതുപോലെ തന്നെ പാട്യൻ രാജനും അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള CP മൂസാൻകുട്ടിയും ഒക്കെ തന്നെ രാത്രി വീട്ടിലേക്ക് വരികയാണ്. അദ്ദേഹം പറഞ്ഞു, കാര്യങ്ങളൊക്കെ രാഷ്ട്രീയമായിട്ട് വിലയിരുത്തി അദ്ദേഹം പറഞ്ഞു, ഞാൻ അഴീക്കോട് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു, അതിനനുസൃതമായ ഒരു തീരുമാനമുണ്ടാക്കാൻ നിങ്ങൾ സഹായിക്കണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, ഈ തീരുമാനമൊന്നും എൻ്റെ കയ്യിലുള്ളതല്ല. സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് അഭിവന്ദനായ സയ്യദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും മുസ്ലിം ലീഗ് പാർട്ടിയും എന്ത് തീരുമാനിക്കുന്നോ അത് അക്ഷരം പ്രതി നടപ്പാക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വിധത്തിലുള്ള ഐതായ്മകളും ഉണ്ടാവില്ല എന്ന് ഞാനത് പറയുകയുണ്ടായി. അതിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങി
മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരും UDFിൻ്റെ നേതാക്കന്മാരുമെല്ലാം ഒരുമിച്ചിരുന്ന് ആലോചിച്ച് എന്നോട് നോമിനേഷൻ വിഡ്രോ ചെയ്യാനും MV രാഘവന് വേണ്ടി സീറ്റ് വിട്ടുകൊടുക്കാനും ആവശ്യപ്പെട്ട രംഗം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. രാഷ്ട്രീയമായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പിറ്റേന്ന് തന്നെ പാർട്ടിയുടെ നിർദ്ദേശമനുസരിച്ച് UDFിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഞാൻ അദ്ദേഹത്തിന് അനുകൂലമായി എൻ്റെ നോമിനേഷൻ പിൻവലിക്കുകയുണ്ടായി. എന്നാൽ സത്യം പറയട്ടെ, അദ്ദേഹത്തിന് വേണ്ടി മുസ്ലിം ലീഗും UDFും എടുത്ത തീരുമാനം യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായ ഏറ്റവും നല്ല ഒരു തീരുമാനമായാണ് ഞാൻ അന്നും ഇന്നും കാണുന്നത്. കാരണം അന്നത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിനെ വല്ലാതെ ദ്രോഹിച്ച സംഭവങ്ങൾ ഇപ്പോഴും തികട്ടി വരികയാണ്. ഈ ഒരു ഘട്ടത്തിൽ MV രാഘവൻ എന്ന കരുത്തനായ ഒരു ആളെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായി മത്സരിപ്പിക്കാൻ കിട്ടുക എന്നത് ഏറ്റവും നല്ല കാര്യമായി മുസ്ലിം ലീഗ് കണ്ടതുകൊണ്ട് ഞാൻ പിൻവലിച്ചു. ആ നിമിഷം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പിൻവലിച്ചത് മുതൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി രാഘവൻ രംഗത്ത് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നത് വരെ ഐക്യ ജനാധിപത്യ മുന്നണിയും മുസ്ലിം ലീഗും ഞാനും ഞങ്ങളുടെ കൂടെ സഹപ്രവർത്തകന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. റൈറ്റ്, അങ്ങനെയാണ് താങ്കൾ ആ ചരിത്രത്തെ, ആ ഓർമ്മകളെ താങ്കൾ അങ്ങനെയാണ് പങ്കുവയ്ക്കുന്നത്. ദയവായി തുടരണം. ശ്രീ അപ്പുകുട്ടൻ വള്ളിക്കുന്ന്, നേരത്തെ ശ്രീ എൻ മാധവൻകുട്ടി ചൂണ്ടിക്കാണിച്ചതുപോലെ യോഗ്യനായ ഒരു എതിരാളിയായി CPIMനെ സംബന്ധിച്ച് MV രാഘവൻ മാറുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. CMP എന്ന പാർട്ടി 6 മാസം കൊണ്ട് ഇല്ലാതാകുമെന്ന EMSന്റെ പ്രവചനം അത് സാധ്യമായില്ല എന്ന് മാത്രമല്ല, 1-ാം നമ്പർ ശത്രുവിൻ്റെ പദവിയിലേക്ക് MV രാഘവൻ എന്ന നേതാവ് എത്തുകയാണ്. കണ്ണൂർ പോലെയുള്ള ഒരു ജില്ലയിൽ CPIMന്റെ പാർട്ടി സംവിധാനത്തിൻ്റെ അധീശത്വത്തിന് കീഴടങ്ങാതെ സ്വന്തമായി ഒരു പാർട്ടി ഉണ്ടാക്കി മറുപക്ഷത്തിന് സംരക്ഷണം സ്വാഭാവികമായും ഉണ്ട് എങ്കിൽ പോലും അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിച്ചു, വെല്ലുവിളിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ള ആ രാഷ്ട്രീയ സാഹചര്യത്തെ താങ്കൾ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്? CPIM രാഷ്ട്രീയത്തിൽ വന്ന ഒരു വഴിത്തിരിവാണ് MVR ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബാനറിൽ രംഗത്തിറങ്ങുകയും അതിന് UDFിൻ്റെ പിന്തുണ ഉണ്ടായെങ്കിലും അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്തത്. ഇവിടെ ആരോ പറയുന്നത് കേട്ടതുപോലെ ദാർശനികമായ ഒരു അറിവിൻ്റെ പരിമിതി കൊണ്ടോ പാർട്ടി പരിപാടി വായിക്കാത്തതിൻ്റെ ദോഷം കൊണ്ടോ ഒന്നുമല്ല MVR എന്ന് പറയുന്ന വ്യക്തി CPIMന് അകത്ത് നേതൃസ്ഥാനത്തായാലും UDFിനകത്ത് ആയാലും അദ്ദേഹം അവസാന നിമിഷം വരെ ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യത്വത്തിൻ്റെ മാനവികതയുടെ അങ്ങേ തലയ്ക്ക് ആണ് എനിക്ക് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് നിൽക്കേണ്ട സ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ നമ്മളൊരു കാര്യം തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ ഒരു പാർട്ടി വിട്ട് ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ അതുവരെയുള്ള ചരിത്രമെല്ലാം വിസ്മരിക്കുകയും പുതിയ ഇതിൻ്റെ വക്താക്കളായി മാറുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ ഇഷ്ടം പോലെ കാണുന്നുണ്ട്. അതൊന്നും ഓർമ്മിപ്പിക്കേണ്ട ഒരു സന്ദർഭമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഇവിടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എടുത്താൽ EMS തന്നെ പലവട്ടം തുറന്നു പറഞ്ഞിട്ടുള്ളതുപോലെ ദാർശനികവും സംഘടനാപരവുമായ 2 മികവുകളും കേന്ദ്രീകരിച്ച ഒരു നേതാവ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. സഖാവ് P. കൃഷ്ണപിള്ളയായിരുന്നു. EMSന് പോലും ആ 2 ഇതും ഉണ്ടായിരുന്നില്ല. AKGക്ക് ഉണ്ടായിരുന്നില്ല, MVRനുണ്ടായിരുന്നു. അതൊരു വലിയ കുറവായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ എവിടെയാണ് MVR ഉയർന്നു നിൽക്കുന്നത്? അദ്ദേഹം CPIMനെതിരായ യോഗ്യനായ എതിരാളിയായിട്ട് മാത്രമല്ല നിന്നത്. ഈ CPIMനെ എതിർക്കുന്ന UDFിനകത്ത് നിൽക്കുമ്പോഴും അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായും ഇടതുപക്ഷത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് ഉത്കണ്ഠയുള്ള ആളുമായിട്ടും തൻ്റെ ആ നിലപാടുകൾ ആ മുന്നണിക്കകത്ത് നിന്നുകൊണ്ട് തുറന്നു പറയാൻ, പരസ്യമായി പറയാൻ തൻ്റെ ഇടം കാട്ടുന്ന ഒരു കരുത്തനായ ആദർശനിഷ്ഠനായ ഒരു നേതാവായി നിന്നു. അദ്ദേഹം
CPM-ൽ UDF-ൽ നിൽക്കുമ്പോഴാണല്ലോ 4 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതിയത്. ആ ആത്മകഥ എഴുതുമ്പോൾ അദ്ദേഹം പറയുന്നു 2009 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പശ്ചാത്തലത്തിലാണ് അത് എഴുതുന്നത്. അദ്ദേഹം അന്ന് പറയുന്നു, ഇപ്പോൾ CPM-ഉം ഇടതുപക്ഷ പാർട്ടികളും കാണിക്കുന്ന ഉത്കണ്ഠ 2009 വലതുപക്ഷത്ത് നിൽക്കുന്ന MVR എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അന്നത്തെ രേഖപ്പെടുത്തലുകളുണ്ട്. അദ്ദേഹം പറഞ്ഞു, ദുർബലമായിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ഇടതു പാർട്ടികൾ. ഇവിടെ ഇടതുപക്ഷ പാർട്ടികൾ യോജിക്കേണ്ട, ഐക്യപ്പെടേണ്ട ഒരു നിർണായക സന്ധി എത്തിയിരിക്കുകയാണ്. പക്ഷേ നമ്മളുടെയൊക്കെ തന്നെയും സങ്കുചിതത്വം മാറ്റിവെക്കാതെ അങ്ങനെ ഒരു യോജിപ്പുണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായും അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. ദയവായി തുടരണം ശ്രീ അപ്പുകുട്ടൻ വള്ളിക്കുന്ന്. ശ്രീ NM പിയേഴ്സൺ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് നിങ്ങൾ ചെയ്യുന്ന വഞ്ചനയായി ചരിത്രം രേഖപ്പെടുത്തുമെന്നാണ് തന്നെ പാർട്ടി പുറത്താക്കിയപ്പോൾ MVR ഇറക്കിയ പത്രക്കുറിപ്പ്. പക്ഷേ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളോട് 100% നീതി ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്തായതിനു ശേഷം ഉടൻ തന്നെ ബൂർഷ്വാ പാർട്ടികളുമായി അവരുടെ മുന്നണിയിൽ ചെന്ന് സഹകരണം ഉണ്ടാക്കുകയും തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും മന്ത്രിയാവുകയും ചെയ്ത ആളാണ് MV രാഘവൻ എന്നത് കൂടി കണക്കിലെടുക്കുമ്പോൾ ആ മുന്നണിയിൽ നിന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്ക് അല്ലെങ്കിൽ ഈ മുന്നോട്ട് വയ്ക്കുന്ന കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന് അനുസരിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടോ? അല്ല, ബദൽ രാഷ്ട്രീയം ഇത്തരത്തിൽ വഴി വിരിയുന്ന സമയത്തൊക്കെ വരുന്നൊരു ദുരന്തമായിട്ടാണ് നമ്മളതിനെ കണക്കാക്കേണ്ടത്. കാരണം അതേവരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി തൻ്റെ ജീവനും തൻ്റെ ചിന്തയും തൻ്റെ പ്രവൃത്തിയും തൻ്റെ സർവസ്വവും നൽകിയ ഒരാൾക്ക് ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരെ പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ദുരന്തമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനത്തെ ഒരു ദുരന്തമാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിട്ടുള്ളത്. അത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം UDF-ൻ്റെ കൂടെ നിൽക്കുന്ന സമയത്തും LDF-ൻ്റെ കൂടെ നിൽക്കുന്ന സമയത്തും MV രാഘവനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കഴിവുകൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്ത് നിന്നിരുന്ന സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റുന്ന ഒരിടമല്ല അദ്ദേഹം എതിർത്തിരുന്നതായിട്ടുള്ള UDF-ൻ്റെ പാളയം എന്ന് തന്നെ കരുതുന്ന ഒരാളാണ്. പക്ഷേ കേരളത്തിൽ ഇതിക്ക് മുമ്പും അതിന് ശേഷവുമൊക്കെ ഇതേപോലെ CPM-ൽ നിന്ന് ബദൽ രാഷ്ട്രീയം അന്വേഷിച്ച് പോകുന്ന ആളുകൾക്കൊക്കെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു ദുരന്തം എന്ന് പറയുന്നത് തങ്ങൾ അതേവരെ എതിർത്തിരുന്നതായിട്ടുള്ള ഒരു രാഷ്ട്രീയ ചേരിയിൽ ചെന്ന് നിൽക്കേണ്ടി വരുന്നു. പാർലമെൻ്ററി രാഷ്ട്രീയത്തോട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ദുരന്തമായിട്ടാണ് അതിനെ കണക്കാക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എന്താണ് MV രാഘവൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, അദ്ദേഹം വലിയ ജനകീയനായ നേതാവായിരുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത് എന്ന് തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അങ്ങനെ കഴിയുന്ന സമയത്ത് അവിടെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കിയല്ല പ്രവർത്തിക്കേണ്ടത്, പകരം ആവശ്യം സാക്ഷാത്കരിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. MVR ചെയ്ത ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യം അത്തരം പ്രവർത്തനങ്ങളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പാപ്പിനിശ്ശേരിയിൽ സ്കൂളില്ലായിരുന്നു. സ്കൂളിലായിരുന്ന സമയത്ത് സ്കൂൾ വേണം. സ്കൂൾ ഉണ്ടാക്കാനായിട്ട് അന്ന് നിയമം അനുവദിക്കുന്നില്ല. പക്ഷേ MVR സ്കൂൾ തുടങ്ങുകയാണ് ചെയ്തത്. സ്കൂൾ തുടങ്ങി 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അതിന് നിയമസാഹിത്യം നേടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇതുതന്നെയാണ് അദ്ദേഹം പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിലായാലും AKG മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ കാര്യത്തിലായാലും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഈ രാഷ്ട്രീയ മാതൃക, ഈ രാഷ്ട്രീയ പാഠം എന്ന് പറയുന്നത് വളരെ പ്രസക്തമായിട്ടുള്ള ഒന്നാണ്. നമ്മുടെ പല രാഷ്ട്രീയ നേതാക്കൾക്കും ഇല്ലാത്തതാണ്. അവരൊക്കെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് കേട്ട് അതിൻ്റെ താഴെ ഒപ്പുവെക്കുന്ന നേതാക്കന്മാരായിരിക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഈ നിയമത്തിനകത്ത് നിന്നുകൊണ്ട് എങ്ങനെ ഈ സാധ്യതയുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു നേതാവായിരുന്നു MVR എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള കാര്യം. തീർച്ചയായും ശ്രീ AK ബാലൻ, MV രാഘവൻ തന്നെ അതേക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: സഹകരണ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക, അതുവഴി പാർട്ടിക്കും ജനങ്ങൾക്കും പ്രയോജനമുണ്ടാക്കുക, അതായിരുന്നു എൻ്റെ അപ്രോച്ച്. CPIM-നെ സംബന്ധിച്ച് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ ജനകീയ നേതാവായിരുന്ന AKG-യെയും ആരും പ്രത്യയശാസ്ത്ര വിശാരദനായി കണ്ടിട്ടില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ എങ്ങനെ ഇടപെടുന്നു, അതെങ്ങനെ പരിഹരിക്കാൻ മുൻകൈ എടുക്കുന്നു എന്നുള്ളതാണ് ആ ജനകീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം. ആ മാനദണ്ഡ പ്രകാരം വളരെ ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്നില്ലേ MV രാഘവൻ? അതിൽ ഈ പറഞ്ഞത് കറക്റ്റാണ്. ദാർശനിക രംഗത്ത് AKG ആയാലും അല്ലെങ്കിൽ കൃഷ്ണപിള്ള ആയാലും അല്ലെങ്കിൽ CH ആയാലും ഇവർക്കൊക്കെ EMS-നെ പോലുള്ള ബുദ്ധി രാക്ഷസന്മാരെന്ന് തന്നെ പറയുക. മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ സംബന്ധിച്ച അപാരമായിട്ടുള്ള ഉൾക്കാഴ്ച ഉള്ള
ആൾക്കാരെ തലത്തിലേക്ക് അവരെത്തിയിട്ടുണ്ടാകില്ല. ആ പരിമിതി അവർക്കറിയാം. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രപരമായ നയപരമായ കാര്യങ്ങളിൽ പാർട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തോടൊപ്പം അവരൊക്കെ നിന്നു. ഒരു ഘട്ടത്തിൽ സഖാവ് MVR ആ ശൈലി തന്നെയാണ് സ്വീകരിച്ചത്. പിന്നെ അദ്ദേഹം വെല്ലുവിളിക്കപ്പെടുന്നത് ചില പ്രത്യേക ആശയങ്ങളും പ്രത്യേക സമ്മർദ്ദങ്ങളും അദ്ദേഹത്തിന് വന്നുപെട്ടത് കൊണ്ടാണ്. പക്ഷെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു അവിടെയാണ് MVRന്റെ പ്ലസ് പോയിന്റ് കിടക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരൻ കെട്ടാൽ കെട്ടമുട്ട പോലെയാകും എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ തലത്തിലേക്ക് ചരിത്രം എന്നെ വിധിയെഴുതരുത്, എന്നെ ആ രൂപത്തിൽ ചിത്രീകരിക്കരുത് എന്ന തിരിച്ചറിവിന്റെ ഭാഗമായിട്ടാണ് കാലിക രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനും BJPക്കുമെതിരായി ഇടത് മതേതര പ്രസ്ഥാനത്തിന്റെ പ്രസക്തി തിരിച്ചറിഞ്ഞ് ഈ അവസാന ഘട്ടത്തിൽ സഖാവ് MVR ഇടതുപക്ഷത്തോടൊപ്പം CPIMനോടൊപ്പം അടുക്കുന്ന ഒരു മാനസിക സ്ഥിതിയിലേക്ക് എത്തിയത്. അത് പൂർണ്ണതയിലേക്ക് എത്തുന്നതിനേക്കാളും മുമ്പേ സഖാവ് MVR വിട്ടുപിരിഞ്ഞു എന്നുള്ള ആ ഭാഗം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ദുഃഖകരമായിട്ടുള്ളതാണ്. തീർച്ചയായും അതാണ്. ശ്രീ N. മാധവൻകുട്ടി, മാർക്സിസ്റ്റുകാരനായിരിക്കാൻ ആരുടെയും സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല എന്ന് പാർട്ടി പുറത്താക്കിയപ്പോൾ MVR പറഞ്ഞിരുന്നു. അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ മാർക്സിസ്റ്റുകാരനായി തുടരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടോ താങ്കളുടെ കാഴ്ചപ്പാടിൽ? ഏറ്റവും ഒടുവിൽ നേരത്തെ ശ്രീ അപ്പുകുട്ടൻ വള്ളിക്കുന്ന് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇടതു പാർട്ടികളുടെ യോജിപ്പ്, അതിന് വേണ്ടത് സങ്കുചിതത്വം ഒഴിവാക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അത്തരത്തിലുള്ള എന്താണ് രാജ്യത്തിനു വേണ്ടത്, ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നില എന്താണ് എന്നത് സംബന്ധിച്ച ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ലേ? അഭിലാഷ്, ഇപ്പോൾ ഇവിടെ ഈ ചർച്ചയിൽ വന്ന ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ഒരു തുലനം ഗൗരവമായിട്ട് MVRനെ പഠിക്കുന്നതിന് സഹായിക്കും. എന്താണ് MVRും AKGയും തമ്മിലുള്ള വ്യത്യാസം? എൻ്റെ കാഴ്ചപ്പാടിൽ അത് MVRൻ്റെ മരണ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ അപദാനങ്ങൾ മാത്രം പറയുക എന്നുള്ള ചടങ്ങിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് യോജിച്ച വിധത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുമ്പോൾ AKGയും MVRും തമ്മിൽ എന്തായിരുന്നു വ്യത്യാസം? AKG ഒരിക്കലും ഒരു പാർലമെന്ററിസത്തിന് കീഴ്പ്പെട്ടിട്ടില്ല. ഒരിക്കലും അദ്ദേഹം ദാർശനികനായിരിക്കില്ല, അദ്ദേഹം താത്വികനായിരിക്കയില്ല. അതും MVRുമായിരുന്നില്ല. പക്ഷേ MVRും AKGയും തമ്മിലുള്ള വ്യത്യാസം, AKG ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റുകാരന് യോജിക്കാത്ത പാർലമെന്ററിസത്തിന് അടിമപ്പെട്ടിട്ടില്ല. 2, അദ്ദേഹം ഒരിക്കലും തൻ പ്രമാണിത്വത്തിന് നിന്നിട്ടില്ല. പാർലമെന്ററിസവും തൻ പ്രമാണിത്വവും കൂടി സംയോജിക്കുന്നതിൻ്റെ ദുഃഖകരമായ ഒരു അനുഭവമായിരുന്നു MV രാഘവൻ്റെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം. അതുകൊണ്ടാണ് AKG ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി, ദാർശനികൻ അല്ലെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനായി സ്വീകരിക്കപ്പെടുമ്പോൾ MV രാഘവൻ്റെ പാർലമെന്ററി രാഷ്ട്രീയം, ഞാൻ ഒരിക്കലും MVRൻ്റെ ആവേശം അതിൻ്റെ ആരാധകനല്ല. കാരണം അത്തരത്തിലുള്ള ഒരു ആവേശം പ്രസംഗങ്ങളിലൂടെയും വെല്ലുവിളികളിലൂടെയും ആക്രമണങ്ങളിലൂടെയും സൃഷ്ടിക്കുന്ന ആവേശമല്ല കമ്മ്യൂണിസ്റ്റ് ആവേശം. അതാണ് AKGയുടെ ബദൽ, അതാണ് സഖാവ് CH കണാരൻ്റെ ബദൽ, അതാണ് കൃഷ്ണപിള്ളയുടെ ബദൽ. ഇവരിൽ നിന്ന് MVRനെ വ്യത്യസ്തമാക്കുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കുറവാണ്, അദ്ദേഹത്തിൻ്റെ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് രാഷ്ട്രീയ കുറവാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ടില്ലാതെ, ഇത് മനസ്സിലാക്കാതെ ഇത് മാത്രം എന്തുകൊണ്ട് MV രാഘവൻ എന്ന പ്രതിഭാസം BTRനെ പോലെ ആയില്ല? എന്തുകൊണ്ട് PC ജോഷിയെ പോലെ ആയില്ല? അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി കലാപം ചെയ്യുമ്പോൾ ആ കലാപത്തിൻ്റെ രാഷ്ട്രീയ അടിസ്ഥാനമുണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങൾ MV രാഘവൻ ചെയ്ത പോലെ ഒരു ബദൽ, എന്ത് ബദലാണോ അദ്ദേഹം ഉന്നയിച്ചത് ആ ബദലിന് കടകവിരുദ്ധമായ കോൺഗ്രസിൻ്റെ പാളയത്തിൽ എത്തിച്ചേർന്നു. അത് അവസാനം അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിച്ചു എന്നുള്ളത് ആ ദുരന്തത്തിൻ്റെ കൂടി കഥയാണ്. അപ്പോൾ അത് നമ്മൾ പറയാതിരിക്കുന്ന കാര്യമില്ല. ഒരു മരണത്തിൻ്റെ ദിവസത്തിൽ അദ്ദേഹത്തിൻ്റെ അപദാനങ്ങൾ മാത്രം പറയുക എന്നുള്ളത് രാഘവന് പോലും ഇഷ്ടപ്പെടുന്ന കാര്യമായിരിക്കില്ല. കാരണം അത്തരത്തിലുള്ള ഒരു ചിന്തനത്തിനുള്ള അവസരമല്ല, വിനയാന്വിതമായിട്ടുള്ള ചിന്തയ്ക്ക് CMP സഖാക്കളും CPM സഖാക്കളും ഇപ്പോൾ അവരുടെ രാഷ്ട്രീയം കാണേണ്ട ഒരു അവസരമാണ്. തീർച്ചയായും രാഷ്ട്രീയമായി ജീവിച്ച ഒരാളുടെ ജീവിതത്തെ രാഷ്ട്രീയമായി തന്നെ വിലയിരുത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തോട് ചെയ്യുന്ന നീതി എന്ന കാഴ്ചപ്പാടിനോട് യോജിക്കുന്നു. പക്ഷേ അപ്പുകുട്ടൻ വള്ളിക്കുന്ന്, പാർലമെന്ററിസം എന്നുള്ളത് ബദൽ രേഖയെ നിരാകരിച്ചുകൊണ്ട് 12ാം പാർട്ടി കോൺഗ്രസ് തന്നെ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കാലത്ത് ഏറ്റവും അധികം എതിർത്തിരുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം വിമർശിച്ചിരുന്ന K. കരുണാകരനും ഒത്ത് സന്ധി ചെയ്തു, അല്ലെങ്കിൽ കോൺഗ്രസിനൊത്ത് സന്ധി ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾ ഒരുപക്ഷെ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഷ്ട്രീയമായി ലഭിക്കേണ്ടുന്ന സംരക്ഷണം അത്രമേൽ കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് അകപ്പെട്ടു പോയി എന്നുള്ളത് നമുക്ക് കാണാതിരിക്കാനാവുകയില്ല. അതുകൊണ്ടൊരു സംരക്ഷണം ആ അർത്ഥത്തിൽ പ്രാധാന്യമുള്ളതാണ് താനും. അങ്ങനെയുള്ള ഈ പാർലമെന്ററിസം എന്ന ആ ആക്ഷേപത്തെ അല്ലെങ്കിൽ ആ വിമർശനത്തെ താങ്കൾ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്?
ഈ പാർലമെന്ററിസത്തെ സംബന്ധിച്ച് വളരെ നമ്മൾ ഈ ആവേശം കൊണ്ട് സംസാരിക്കുമ്പോഴോ വിമർശിക്കുമ്പോഴോ മനസ്സിലാക്കേണ്ട ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രവശം എന്നുള്ളത് BTR കേരളത്തിൽ വന്ന് MV രാഘവനെതിരായി അങ്ങോളം ഇങ്ങോളം നടത്തിയ പ്രസംഗങ്ങളിൽ വളരെ വ്യക്തമായി ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. പാർലമെന്ററിസം എന്നിവിടെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന അതിൻ്റെ കേവലം ഒരു ലക്ഷണം മാത്രമാണ് MVR എന്ന് പറഞ്ഞുകൊണ്ട് ആ ലക്ഷണത്തെ അല്ല, ആ രോഗത്തെയാണ് കേരളത്തിലെ പാർട്ടി എതിർത്ത് പരാജയപ്പെടുത്തേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഈ 2014 CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റിയും ഇനി നടക്കാൻ പോകുന്ന അതിൻ്റെ പാർട്ടി കോൺഗ്രസും ചർച്ച ചെയ്യുന്ന ഈ പഴയ കാല രേഖകൾ കാണിക്കുന്നത് MV രാഘവനേക്കാൾ കടുത്ത പാർലമെന്ററിസത്തിലേക്ക് CPIM എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നും ഈ പാർലമെന്ററിസത്തിന് അതിൻ്റെ ഭാഗമായി പാർട്ടി പാർലമെന്റേതര പാതയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ട് അതിനെ സഹായിക്കുന്ന ഒന്നായി മാത്രം ഈ പാർലമെന്ററി തലത്തിലെ പ്രവർത്തനത്തെ ഉപയോഗപ്പെടുത്താതെ പാർലമെന്റേതര മാർഗങ്ങളിൽ പാർട്ടി വളർത്തുന്നതിന്, വർഗ ബഹുജന സംഘടനകൾ കെട്ടിപ്പടുക്കുന്നതിന്, ഇടതുപക്ഷ പാർട്ടികളുടെ ഐക്യമുണ്ടാക്കുന്നതിന് ഇന്ത്യയിൽ CPM-ന്റെയും ഇടതു പാർട്ടികളുടെയും മുന്നേറ്റമുണ്ടാക്കുന്നതിന് പകരം തിരിച്ചടിയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഇവിടെ പറഞ്ഞ പഴയകാല നേതാക്കളുടെ BTR, M. ബസവപുന്നയ്യ അത് തുടങ്ങി ഇങ്ങോട്ടുള്ള പ്രമുഖരായ നേതാക്കൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രത്യയശാസ്ത്രവും ആ പ്രത്യയശാസ്ത്രത്തെ അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പാർട്ടി പരിപാടിയെ ആസ്പദിച്ചുകൊണ്ടുള്ള അതിൻ്റെ അടവ് നയങ്ങളും അത് എവിടെയാണ് ചെന്ന് കലാശിച്ചത് എന്നറിയാതെ 25 കൊല്ലം പിറകിലേക്ക് ഉള്ള തെറ്റുകളിലേക്ക് പരിശോധിക്കുന്ന ഒരു പാർട്ടി ഇപ്പോൾ ഇവിടെ MV രാഘവൻ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ പാർലമെന്ററിസത്തെ അതിൻ്റെ ആകെ ഒരു മൂർത്തീകരണമായി കാണുന്നവർക്ക് കമ്മ്യൂണിസ്റ്റുകാർ കാണുന്ന പാർലമെന്ററിസം എന്താണെന്നും ഇതിനൊരു അതിന് മുകളിലുള്ള ഒരു പാർലമെന്റേതര മാർഗത്തിലൂടെ ഈ പാർട്ടിക്ക് വളരാനും അതിൻ്റെ ലക്ഷ്യം പാർട്ടി പരിപാടിയുടെ ലക്ഷ്യമായ ഒരു ജനകീയ ജനാധിപത്യ വിപ്ലവം നടപ്പാക്കാനും കഴിയുമെന്ന് മനസ്സിലാക്കാൻ കഴിയണം. റൈറ്റ്, അതാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ NM പിയേഴ്സൺ, ഇക്കാര്യത്തിൽ താങ്കളുടെ നിലപാട്, അതായത് ഈ പാർലമെന്ററി രാഷ്ട്രീയത്തിലെ ഇടപെടൽ ഉണ്ടാക്കുന്ന വൈരുദ്ധ്യം CPM-നെ സംബന്ധിച്ച് ആ ഒരു ആശയക്കുഴപ്പം ഈ MV രാഘവന്റെ പുറത്താക്കൽ അടക്കമുള്ള വിഷയങ്ങളിൽ ഉണ്ടായിരുന്നു. ഇവിടെ നേരത്തെ മാധവൻകുട്ടി സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്തുകൊണ്ട് MVR AKG പോലെ ആയില്ല? അതിലെനിക്ക് ഒരു ചോദ്യം എന്ന് വെച്ചാൽ, പാർട്ടി പിളരുന്നതിന് തൊട്ട് മുമ്പ് AKG പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സമയത്താണ് യഥാർത്ഥത്തിൽ നാഷണൽ കൗൺസിലിൽ 32 പേര് പുറത്തിറങ്ങിയിട്ട് CPM രൂപീകൃതമാണ്. അന്ന് CPM അങ്ങനെ രൂപീകൃതമായിരുന്നില്ല എങ്കിൽ AKGക്ക് എന്ത് സംഭവിക്കുമായിരുന്നു എന്ന കാര്യം യഥാർത്ഥത്തിൽ മാധവൻകുട്ടി ആലോചിച്ച് കഴിഞ്ഞാൽ MV രാഘവൻ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഉത്തരം കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതേപോലെയുള്ള ഒരവസ്ഥയിലായിരുന്നു എങ്കിൽ പാർലമെൻറ്റ് രാഷ്ട്രീയത്തിൽ ഇടപെടാനുള്ള മറ്റൊരു വഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, CPM-നകത്ത് നിന്ന് പ്രവർത്തിച്ചിട്ട് അവസാനം CPM-ൽ നിന്ന് പുറത്തിറങ്ങി CPM-നെതിരെ പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ ഉണ്ടാകുന്നത് ദുരന്തം തന്നെയാണ്. ആ ദുരന്തം തന്നെ AKGക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകുമായിരുന്നു. അങ്ങനെ സംഭവിക്കാതെ പാർട്ടി പിളർന്ന് CPM പോലെയുള്ള വലിയൊരു പ്രസ്ഥാനം ഉണ്ടായതിൻ്റെ പേരിൽ AKG രക്ഷപ്പെട്ടു എന്നാണ് നമ്മൾ ആ രാഷ്ട്രീയ മുഹൂർത്തത്തെ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്നാണ് എനിക്ക്. മറിച്ചെല്ലാം സംഭവിക്കുന്നത് ഈ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം വന്നത് വിട്ടതുകൊണ്ടാണ് MVRന് ഇതേപോലെ പ്രവർത്തിക്കേണ്ടതായിട്ട് വന്നത്. പക്ഷേ MVR അത് തിരിച്ചറിഞ്ഞ് മറ്റൊരു കാര്യം ചെയ്യണമായിരുന്നു. സഖാവ് PV കുഞ്ഞിക്കണ്ണൻ ചെയ്തതുപോലെ അനങ്ങാതിരിക്കണമായിരുന്നു. അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ രാഷ്ട്രീയം ഉപേക്ഷിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയം ഉപേക്ഷിക്കാനല്ലാതെ മറ്റൊരു മാർഗം പാർലമെൻറ്റ് രാഷ്ട്രീയത്തിൻ്റെ മുന്നിൽ ഇത്തരം സാഹചര്യങ്ങളിൽ പാർട്ടിയുമായിട്ട് കലാപം പ്രഖ്യാപിക്കപ്പെടുന്ന
ഒരു മുഹൂർത്തത്തിൽ പാർട്ടി പുറത്താക്കുന്ന ഒരാൾക്കില്ല. കാരണം CPM-ൻ്റെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഒരാളുടെ ചരിത്രം എന്ന് പറയുന്നത് തുടച്ചു മാറ്റുക എന്നുള്ളതാണ് പാർട്ടിയുടെ ജോലി. അതുവരെ അവർ ചെയ്തിരുന്നതായിട്ടുള്ള എല്ലാ കോൺട്രിബ്യൂഷൻസും അവരുടെ സംഭാവനകളും ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ടാകും. എന്നിട്ട് അതിൻ്റെ പുറത്തൊക്കെ ഈ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ പാർട്ടി ചെന്ന് പെട്ടിരിക്കുന്ന അവസ്ഥയെന്ന് പറയുന്നത് പാർലമെൻ്ററി രാഷ്ട്രീയത്തിൻ്റെ ചളിക്കുണ്ട് തന്നെയാണ്. അതിൽപ്പെട്ടിട്ടാണ് ഇന്ന് ആ പാർട്ടി അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാർട്ടാണ് യഥാർത്ഥത്തിൽ MV രാഘവൻ്റെ രാഷ്ട്രീയ കഥ എന്ന് നമ്മൾ ഈ മുഹൂർത്തത്തിൽ മനസ്സിലാക്കിയെങ്കിൽ മാത്രമാണ് MVR എന്ന് പറയുന്നതായിട്ടുള്ള വ്യക്തിയെ ശരിയായിട്ടുള്ള രീതിയിൽ വിലയിരുത്താൻ കഴിയുകയുള്ളൂ. റൈറ്റ്. ശ്രീ എൻ മാധവൻകുട്ടി, നമ്മൾ ചരിത്രത്തിൽ നിന്ന് വർത്തമാനത്തിലേക്ക് വന്നാൽ 86 അല്ലെങ്കിൽ 85 കാലഘട്ടത്തിൽ CPI-ലെ ഒരു പ്രബല വിഭാഗം കോൺഗ്രസിനെതിരെ മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് സഹകരണമാകാം എന്ന് വാദിച്ചിരുന്നുവെങ്കിൽ 30 വർഷം ഇപ്പുറത്ത് എന്താണ് അവസ്ഥ? പാർട്ടിയുടെ അടവ് നയരേഖ ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിലെ പാർട്ടിയുടെ നിലപാടായി മനസ്സിലാക്കുന്നത് കോൺഗ്രസ് ഇതര പ്രാദേശിക ബൂർഷ്വാ കക്ഷികളുമായി സഹകരണമാകാം എന്നുള്ളതാണല്ലോ. അതായത് കേരളത്തിൽ മുസ്ലിം ലീഗോ കേരള കോൺഗ്രസോ ആയി സഹകരണത്തിൻ്റെ വാതിൽ അടയ്ക്കാതിരിക്കുക എന്നുള്ളതാണ് കേരള പാർട്ടിയുടെ ലൈൻ. അപ്പോൾ 30 കൊല്ലം മുൻപ് പറഞ്ഞ അതേ കാര്യത്തിലാണ് ഇപ്പോഴും. അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ നടന്നു, തെരഞ്ഞെടുപ്പ് തിരിച്ചടികളൊക്കെ ഉണ്ടായി. അതിനുശേഷം ഇപ്പോഴും അവിടെ തന്നെയാണ് നിൽക്കുന്നത്. പറഞ്ഞോളൂ അഭിലാഷ്. താങ്കൾ ഇവിടെ ചർച്ചയ്ക്ക് ഞാൻ പറഞ്ഞതിൽ പാർലമെന്ററിസം എന്ന ഒരു ആരോപണത്തെ പറ്റി മാത്രമാണ് പിയേഴ്സണും അപ്പുക്കുട്ടൻ വള്ളിക്കുന്നും അത് വിശദീകരിച്ച് വീണ്ടും CPM-നെതിരായിട്ടുള്ള ഒരു വാദവുമായി അവതരിപ്പിച്ചത്. ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഒരു മോശം പ്രവണത MVR-ൽ ഉണ്ടായിരുന്നത് തൻ പ്രമാണിത്വമാണ്. അത് വീണ്ടും ഊന്നി പറയുകയാണ്. അദ്ദേഹത്തിന്റെ ചരമദിവസത്തിൽ തൻ പ്രമാണിത്വം കമ്മ്യൂണിസ്റ്റ് ഗുണമല്ല എന്നുള്ളതിന്റെ ഒരു നെഗറ്റീവ് എക്സാമ്പിൾ. എന്തല്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരന് കിട്ടുന്ന കയ്യടി അവനുള്ള കയ്യടിയല്ല, അവൻ്റെ ഭാഷയ്ക്കുള്ള കയ്യടിയല്ല, അവൻ്റെ വെല്ലുവിളിക്കും അവൻ്റെ അക്രമത്തിനുമുള്ള കയ്യടിയല്ല, ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെയും മാറ്റത്തിൻ്റെയും ഉള്ള കയ്യടിയാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് എളിമയുടെ കുറവാണ് MV രാഘവൻ്റെ തലക്കനം എന്ന പേരിൽ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ആരാധകരുണ്ടാവും. പാർലമെന്ററിസവും ഈ തലക്കനവും ഇത്തരത്തിലുള്ള പ്രതിച്ഛായയും സ്വന്തം പ്രതിച്ഛായയിൽ മയങ്ങുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ കയ്യടി ഉണ്ടായാലും പ്രസംഗശൈലി ഭംഗിയായാലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാവാക്കാൻ കഴിയുകയില്ല എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് MVR-ന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വിടുതലിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ചരിത്രം. ഒരു കാര്യം കൂടി ഞാൻ പറയാം. എൻ്റെ സ്വന്തം അനുഭവത്തിൽ രാഘവൻ്റെ പിളർപ്പിൻ്റെ സമയത്ത് MVR-ന്റെ പ്രധാന മറ്റൊരു ഗുണം അദ്ദേഹത്തിൻ്റെ ഗുണവും ദോഷവും എന്ന് വേണമെങ്കിൽ പറയാം. തികച്ചും പ്രായോഗികവാദിയായിരുന്നു MVR, യാഥാർത്ഥ്യവാദിയായിരുന്നു. കാരണം ആ പിളർപ്പിൻ്റെ സമയത്ത് ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പലതര സമയത്ത് പുറത്താക്കപ്പെട്ടവർ അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് പുറത്താക്കപ്പെട്ടവരെല്ലാവരും MVR-ന്റെ പാർട്ടിയിൽ ചേരുന്നതിന് പ്രാദേശികമായിട്ട് മുന്നോട്ട് വന്നു. അപ്പോൾ അതിനൊരു ചർച്ചയുടെ ഘട്ടത്തിൽ ഞാനവിടെ ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഞാനവിടെ എത്തിപ്പെട്ടു. അപ്പോൾ MVR-ന് താഴെയിൽ നിന്ന് സഖാക്കൾ ആരാണെന്ന് എനിക്ക് അറിഞ്ഞിവിടെ, പാട്ടിയം രാജനാണോ അരവിന്ദാക്ഷനാണോ CP ജോർജാണോ എന്നറിയില്ല, ആരോ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അയാൾ ഇന്ന ദൂഷ്യമുള്ളവനാണ്, ഇന്ന വിധത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ്, CMP-യിൽ കൂട്ടാൻ പറ്റില്ല എന്ന് മറ്റ് സഖാക്കൾ പറയുമ്പോൾ MVR തന്നെ പറയുന്നു, എടോ അയാൾക്ക് കണ്ണും മൂക്കും ചെവിയുമില്ലേ, അയാളൊരു മനുഷ്യനല്ലേ, എങ്കിൽ നമ്മളുടെ കൂടെ ചേർക്കാം. ഇത്തരത്തിലുള്ള ഒരു പ്രായോഗികവാദി രാഷ്ട്രീയം, അതാണ് പാർലമെന്ററിസവും ഈ പറയുന്ന രാഷ്ട്രീയ കുറവും. എന്നാൽ വമ്പിച്ച തരത്തിലുള്ള ഈ ജനപിന്തുണയുമുള്ളൊരു നേതാവ് ഒരു പ്രായോഗികവാദിയാകുമ്പോൾ അവസരവാദിയായി കൂടിത്തീരുന്നു. പിന്നെ MV രാഘവന്റെ ചരിത്രത്തിൽ പല ഘട്ടങ്ങളുണ്ട്. 16 വയസ്സിൽ കൃഷ്ണപിള്ളയുടെ കൂടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വരുന്ന ധീരനായ യുവാവ്, അവിടെ നിന്ന് 87 വരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നയിക്കുന്ന നേതാവ്, അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പുലഭ്യം പറയുന്ന നേതാവ്, 94-ൽ നിരവധി യുവാക്കൾ DYFI സഖാക്കളെ വെടിവെച്ച് കൊന്നതിന് കാരണക്കാരനായ നേതാവ്, 1995-ൽ EP ജയരാജന്റെ കൊലപാതകത്തിന് ആളുകളെ അയക്കുന്നതിന്റെ പുറകിൽ പ്രവർത്തിച്ച നേതാവ്. ഇതും ഒരു യാഥാർത്ഥ്യമാണ്. ഇത് പറയാതെ മരണത്തിന്റെ ഒരു സമയത്ത് MVR-നെ പുകഴ്ത്തുന്നു എന്ന് പറയുന്നവർ CPM-നെ ആക്രമിക്കാനായിട്ട് മാത്രം പുകഴ്ത്തുന്നത് ഞാൻ യോജിക്കുന്നില്ല. അങ്ങനെയാണ് താങ്കളുടെ ഈ കാര്യത്തിലെ കാഴ്ചപ്പാട്. ശ്രീ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന്, നമുക്ക് ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയവുമായിരിക്കുന്നു. ഞാൻ ഈ ശൈലിയെക്കുറിച്ച് നേരത്തെ ചോദിച്ചിരുന്നു. ഇത് പക്ഷേ ഒരു വ്യക്തിയുടെ ശൈലിയുടെ മാത്രം പ്രശ്നമല്ല. ഇപ്പോഴും ഈ കാലത്തും ശൈലി, ധാർഷ്ട്യം, താൻ പ്രമാണിത്വം തുടങ്ങിയ
തുടങ്ങിയ കാര്യങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ചുള്ള പൊതുവിലുള്ള ചർച്ചയിൽ വരിക. അത് അരാഷ്ട്രീയവാദമാണ് എന്നൊക്കെ ചില കോണുകളിൽ നിന്ന് വിമർശനം ഉയരാറുണ്ട് എങ്കിൽ പോലും പാർട്ടിയുടെ CPIM-ന്റെ പ്ലീനമടക്കം നമ്മൾ ജനങ്ങളോട് ഇടപെടുന്ന രീതിയിൽ മാറ്റം വരുത്തണം എന്ന് പറഞ്ഞതുകൂടി നമുക്ക് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ വിഷയത്തിലെ താങ്കൾ അഭിപ്രായം അറിഞ്ഞുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കാം. അല്ല, ഇവിടെ ഈ താൻ പ്രമാണിത്വം എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ ആധികാരികമായി ഇന്ത്യയിലെ മാർക്സിസ്റ്റ് പ്രസ്ഥാനത്തെ വിലയിരുത്തിയവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇന്ത്യൻ പാർട്ടി, ഇന്ത്യയിലെ മാർക്സിസ്റ്റ് പാർട്ടികളെല്ലാം CPI ആയാലും CPIM ആയാലും ഇവരൊക്കെ തന്നെയും സ്റ്റാലിനിസ്റ്റുകളാണ്. സ്റ്റാലിൻ്റെ മാതൃക ആണ് ശരി. കാരണം മോസ്കോവിൽ നിന്ന് കിട്ടിയ വിദ്യാഭ്യാസം, മോസ്കോവിൽ നിന്ന് കിട്ടിയിട്ടുള്ള മാതൃകകൾ, ഈ മോസ്കോവിയൻ വാർപ്പ് മാതൃകകളിലൂടെ വന്നതിൻ്റെ ഭാഗമായിട്ട് MVR-ന് മാത്രമല്ല CPM-ൽ പ്രവർത്തിച്ച എല്ലാവർക്കും, ഇപ്പോൾ പിയേഴ്സൺ അവിടെ പ്രവർത്തിച്ചിട്ടില്ല, മാധവൻകുട്ടി അവിടെ പ്രവർത്തിച്ചിട്ടില്ല, അതിനകത്ത് പ്രവർത്തിച്ച ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പോലും തലക്കനമുണ്ടായിട്ടുണ്ടാകും, ദാർഷ്ട്യമുണ്ടായിട്ടുണ്ടാകും. അത് എനിക്ക് സ്വയം തിരുത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ, മറ്റൊരാൾക്ക് സ്വയം തിരുത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് സ്വാഭാവികമായും ആ പാർട്ടിയുടെ സോവിയറ്റ് സ്റ്റാലിനിസ്റ്റ് വാർപ്പ് മാതൃകയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു പൈതൃകമാണ് എന്ന് നമ്മൾ കാണേണ്ടി വരും. പക്ഷെ ഈ പൈതൃകത്തെ പാർട്ടിക്കകത്ത് നടക്കുന്ന വിമർശനത്തിലൂടെ, സ്വയം വിമർശനത്തിലൂടെ ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു പാർട്ടിയായിട്ട് ഏറെക്കാലം CPM-ന് മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എം വി രാഘവൻ എന്ന് പറഞ്ഞ്, ഇപ്പോൾ നമ്മളുടെ MVR എന്ന് പറഞ്ഞ് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് മറ്റാരേക്കാളും, കേരളത്തിലെ മറ്റേത് കമ്മ്യൂണിസ്റ്റുകാരനേക്കാളും കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു നേതാവിൻ്റെ, ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ, അദ്ദേഹത്തിന് എന്തെല്ലാം പരിമിതികളുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ മൃതദേഹം ഇങ്ങനെ കിടക്കുന്ന സമയത്ത് വിമർശിക്കുന്നതിലൊന്നും ഇതില്ല. പക്ഷെ മാധവൻകുട്ടി ഒരു കാര്യം ഓർക്കണം, MV രാഘവനേക്കാൾ താൻ പ്രമാണിത്വമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് കേരളത്തിലുണ്ട്. അതെന്താ മാധവൻകുട്ടി കാണുന്നില്ലേ? മാധവൻകുട്ടി എല്ലാ ചാനലുകളിലും വന്നിരുന്നു കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി വക്കാലത്ത് പറയുന്നു. നമുക്ക് അത്തരത്തിലുള്ള തർക്കങ്ങളിലേക്ക് പോകാൻ സമയവും സാഹചര്യവും ഇല്ലാത്തത് കൊണ്ടാണ്. ദയവായി ക്ഷമിക്കുക. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ അപ്പുകുട്ടൻ വള്ളിക്കുന്ന്, ശ്രീ NM പിയേഴ്സൺ, ശ്രീ N മാധവൻകുട്ടി, ശ്രീ KN ഖാദർ, ശ്രീ AK ബാലൻ, ശ്രീ MA ബേബി, ശ്രീ VK അബ്ദുൽ ഖാദർ മൗലവി.